നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് വീണ് ചത്ത ഫോട്ടോഗ്രാഫറുടെ പ്രേതത്തെ കണ്ടിട്ടില്ലേ? ദയയുടെ സമനില തെറ്റിയത്. സൂക്ഷിച്ച് സംസാരിക്കണം. സമനില തെറ്റിയത് നിങ്ങൾക്ക്, അല്ലാതെ ഞങ്ങളുടെ അനിയത്തിക്കല്ല. എന്റെ സമനില തെറ്റിയിട്ടേ എന്നെ ആരും മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിട്ടില്ല മോളെ. നീ എന്നെ കൊണ്ടേ പ്രേതകഥ മുഴുവൻ പറയിക്കല്ലേ. അവന്റെ പ്രേതം എന്താ ദയ വിട്ട് പോവാത്തേന്ന് എനിക്കറിയാലോ. നിങ്ങൾക്ക് ഇന്ദ്രൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ പോരെ? ഓ, അത് ഞങ്ങൾ പറഞ്ഞു തന്നോളാം. ദൈവം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി കുടുംബത്തിന്റെ സമാധാനം കളയല്ലേ. അമ്പിളി, ഇന്ദ്രനും അനുപമ എവിടെയുണ്ടടി? പറയടി. അവര് നിങ്ങളുടെ വീടിന്റെ 1/2 കിലോമീറ്റർ അകലത്തിലുള്ള ഒരു വാടക വീട്ടിലുണ്ട്. സോനയ്ക്കും ശ്യാമിനും വേണ്ടി ഒരു വാടക വീട് നോക്കി വെച്ചിരുന്നില്ലേ, അവിടെ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അത് കൊള്ളാം. അവൻ എന്റെ അയൽവക്കത്തുണ്ടായിട്ടും അതറിയാതെ ഞാൻ ഇവിടെ വരെ വരേണ്ടി വന്നു അല്ലേ? മരുമക്കളെ പാട്ടിലാക്കാനുള്ള വരവൊക്കെ വാങ്ങിയിട്ടാണെന്ന് തോന്നുന്നു ആ മാഷ് ശബരിമലയിൽ നിന്ന് ഇറങ്ങി വന്നത്. ഈ കെട്ടിച്ചു വിട്ട പെൺമക്കളേക്ക് ഇവിടുന്ന് പറഞ്ഞയക്കണമെങ്കിലേ അത് കൂടിയല്ലേ പറ്റൂ. പക്ഷെ അങ്ങേർക്ക് കിട്ടിയ ഒരു വരവും ഈ സുശീലയുടെ അടുത്ത് ചെലവാവില്ലെന്ന് പറഞ്ഞേക്കേ. എന്റെ ഇന്ദ്രനെ കൊണ്ടേ ഞാൻ അവിടുന്ന് പോവും. ഇവരെന്താ അമ്പിളി കാണിക്കുന്നത്? വീടിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. ഈ സ്ത്രീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കാച്ച. ഇന്ദ്രൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഇവർ ഇറങ്ങിപ്പോത്തത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങളുടെ മകനെ പിടിച്ചു കെട്ടി മുമ്പിൽ കൊണ്ട് നിർത്തി തരണോ? അതേടി, നിന്റെ ചേച്ചിയല്ലേ എന്റെ മോനെ എന്റെ അടുത്ത് ഇറക്കിക്കൊണ്ട് പോയത്. നീയൊക്കെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പലതും പറയും. അതൊക്കെ വിശ്വസിക്കാൻ സുശീല മണ്ടിയൊന്നുമല്ല. ഇന്ദ്രൻ എവിടെയുണ്ടെന്ന് അവന്റെ വായിന്ന് എനിക്ക് കേൾക്കണം. അനന്തമാഷ അവനെ വിളിച്ച് അത് പറയിപ്പിക്കണം. നീയും നിന്റെ മോനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ എന്തിനാ സുശീല ഇടപെടുന്നത്? നീ തന്നെ നിന്റെ മോനെ വിളിച്ചു ചോദിക്ക് അവൻ എവിടെയുള്ളതെന്ന്. എന്റെ മോനിപ്പോ നിങ്ങളുടെ കൂടത്തിർത്തി വീണ് കിടക്കല്ലേ. അവൻ ചിലപ്പോ ഞാൻ വിളിച്ച ഫോൺ പോലും എടുക്കില്ല. നിങ്ങൾ അവനെ വിളിച്ചു തരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.